അവർണം മീശ വെക്കണമെങ്കിൽ മീശക്കരം എന്ന് പറഞ്ഞ നികുതി കൊടുക്കണം. തെങ്ങ് കയറണം എന്നുണ്ടെങ്കിൽ കള്ളിയെത്താൻ വേണ്ടിയിട്ട് തെങ്ങിലോ പനയിലോ ഒക്കെ കയറണം എന്നുണ്ടെങ്കിൽ അതിന് നികുതി കൊടുക്കണം. തളക്കാണം ഏണിക്കാണോ എന്നാണ് അത് ആ നികുതിയുടെ പേര്. അതുപോലെ മീൻ പിടിക്കുന്നവൻ വലക്കരം എന്ന് പറയുന്ന നികുതി കൊടുക്കണമായിരുന്നു. തലയില് ടവല് കെട്ടണമെങ്കിൽ ഉറുമാല് കെട്ടണമെങ്കിൽ അതിന് നികുതി കൊടുക്കണം രാജാവിന്. അതുപോലെ തന്നെ പുല്ലരിയണമെങ്കിൽ പറയന്മാര് പുല്ലരിയണമെങ്കിൽ അതിന് വരെ നികുതി കൊടുക്കണമായിരുന്നു. പുല്ല് വെട്ട് കാണി കാഴ്ച എന്നാണ് ആ നികുതിയുടെ പേര്. ആലോചിച്ചു നോക്ക്, എന്തിനും ഏതിനും നികുതി. പിന്നെ യുദ്ധം എങ്ങാനും വരികയാണെങ്കിൽ യുദ്ധച്ചെലവിലേക്ക് വേറെ നികുതി. ഇതെല്ലാം പോയിരുന്നത് അവർണന്റെ കയ്യിൽ നിന്നാണ്. നായന്മാർക്ക് നികുതിയോളം ഉണ്ടായിരുന്നു, ബ്രാഹ്മണർക്ക് നികുതിയേ ഇല്ല. അതിന് താഴെയുള്ളവരാ. സാമുവൽ മറ്റീർ എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ പുസ്തകമുണ്ട്. ഇതാണ് ആ പുസ്തകം. ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ദ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിന്റെ മലയാള പരിഭാഷയാണ് ഞാൻ കണ്ട കേരളം എന്നാണ് മലയാളത്തിൽ ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് ഈ പുസ്തകത്തില് അതിന്റെ 368 പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, കൊല്ലവർഷം 1040, അതായത് AD 1865 അതിലെ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിൽ വിവിധ തരത്തിലുള്ള 110 നികുതികളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. 110 നികുതികൾ. ജനം ജീവിക്കുന്നത് എങ്ങനെയായിരുന്നു ആലോചിച്ച് നോക്കുക നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആ വർഷം തന്നെ 1865 തന്നെ ഇതിൽ കുറെയൊക്കെ അങ്ങ് നിർത്തലാക്കിയെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിചിത്രമായ നികുതി പട്ടികയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിലെ മുൻകാല സ്ഥിതി എന്തായിരുന്നുവെന്നും ഈ നികുതികൾ വാണിജ്യം, വ്യവസായം, സാമൂഹ്യ സ്വാതന്ത്ര്യം, ആഭ്യന്തര സൗകര്യങ്ങൾ എന്നിവയിൽ ഏതെല്ലാം വിധത്തിൽ ഇടപെട്ടിരുന്നു എന്നും മനസ്സിലാക്കാനാകും. നികുതി ചുമത്താവുന്ന യാതൊന്നിനെയും അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല. എന്തിനൊക്കെ ചുമത്താൻ പറഞ്ഞില്ല, മീശ വെക്കണമെങ്കിൽ വരെ നികുതി കൊടുക്കണമെന്ന് പറഞ്ഞ എന്തായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെ പിഴിഞ്ഞെടുത്ത പണം, ഈ അവർണരെയൊക്കെ പിഴിഞ്ഞെടുത്ത പണം അതെന്തിനാ ഉപയോഗിച്ചിരുന്നത്? ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും രാജകീയ ചടങ്ങുകൾക്കും വേണ്ടി വാരിക്കോരി ചെലവിട്ടു എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സാമുവൽ മറ്റീറിന്റെ ഞാൻ കണ്ട കേരളം, പേജ് 368, 369. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഈ നികുതികൾ, കണ്ണിൽ ചോരയില്ലാത്ത ഈ നികുതികൾ നിർത്തൽ ചെയ്തതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ നികുതികളെല്ലാം ഈ നാട്ടിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് മാറിപ്പോയത്. അത് സി കേശവൻ, പഴയ തിരുവച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവന്റെ ആത്മകഥയായ ജീവിത സമരത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഞാനത് ഉദ്ധരിക്കാം. പിന്നൊരു കരം തലയറ ആയിരുന്നു. തലപ്പണമെന്നും തലവരി എന്നും പല പേരുകളിൽ ഈ വരി അറിയപ്പെടുന്നുണ്ട്. 926 രാമയ്യന്റെയും മാർത്താണ്ഡവർമ്മയുടെയും കാലത്താണ് ഈഴവർ തുടങ്ങിയ 7 ജാതികളുടെ മേൽ ഈ അന്യായമായ നികുതി ചുമത്തപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ വളരെ യുദ്ധങ്ങളും 925 തൃപ്പടിദാനവും നടത്തി ഭണ്ഡാരം നിശേഷം ശോഷിപ്പിച്ചത് നികത്താൻ കണ്ടുപിടിച്ച എളുപ്പമാർഗങ്ങളിൽ ഒന്നായിരുന്നു ഈ വരി. 16 മുതൽ 60 വയസ്സ് വരെയുള്ള 7 ജാതികളുടെ തലയെണ്ണി ഇത് പിരിച്ചു വന്നു. 6 കൊല്ലത്തിൽ ഒരിക്കലായിരുന്നു ഈ നികുതി നിശ്ചയിക്കുന്നത്. നായന്മാരെയും മാപ്പിളമാരെയും കൊങ്ങിണികളെയും മറ്റും ഈ നികുതി ഭാരത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. 990 ഈ നികുതി നിർത്തൽ ചെയ്യപ്പെട്ടു. ദിവാൻ നാണുപിള്ള പറയുന്നത് അതിഭീമമായ ഒരു വരവാണ് ഇത് നിർത്തൽ ചെയ്തത് മൂലം ആഹൂതി ചെയ്യപ്പെട്ടത് എന്നാണ്. ഈ മിഷണറിമാരുടെ പിന്തുണ